അടുത്തത് തുലാക്കൂറാണ്. ചിത്തിര അരയും ചോതിയും വിശാഖത്തിൽ മുക്കാലും ചേർന്നതാണ് തുലാക്കൂറ്. 10ാം ഭാവത്തിൽ വ്യാഴനും സൂര്യനും ഒന്നിച്ചാണ്. അത് തൊഴിൽ രംഗത്തും മറ്റുമൊക്കെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാക്കും. 9ാം ഭാവത്തിലെ വക്രബുധൻ കാരണം ചില വിദേശയാത്രയും ഉയർന്ന പഠനത്തിന് വേണ്ടിയിട്ടുള്ള മറ്റ് ഇതര ദേശങ്ങളിലേക്കുള്ള ഗമനം, അതുപോലെ നിയമകാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ പ്രതീക്ഷിക്കുന്നവർക്ക് ചില കാലതാമസം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ബിസിനസ്സുകാർക്കും മറ്റും വലിയ കമ്പനികളുമായിട്ടൊക്കെയുള്ള പുതിയ കരാറുകൾ ഉണ്ടാക്കാനും ഈ കാലം അനുകൂലമാണ്. ധനം, വരുമാനം വർദ്ധിക്കും. സ്ഥാനക്കയറ്റമോ അതുപോലെ അധിക ചുമതലകളോ കൊണ്ട് ഉള്ള സാമ്പത്തിക നേട്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിക്ഷേപങ്ങൾ ചെയ്യുന്നതിന് മുൻപ് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ, രേഖകൾ വിശേഷേണ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആരോഗ്യത്തിൽ കഴുത്ത്, തോളല് മുതലായിട്ടുള്ള വയക്ക് ചില അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വ്യായാമം, അതുപോലെ ശാരീരികമായിട്ടുള്ള പരിചരണം, വേണ്ടത്ര സമയത്ത് ഭക്ഷണം കഴിക്കുക, ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ഫലം ഉണ്ടാക്കും. കുടുംബത്തിൽ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെ നിലനിൽക്കും. ജീവിത പങ്കാളിയുമായിട്ടുള്ള സംഭാഷണത്തിലും ഒക്കെ ഭാവിയിലേക്കുള്ള ചില ചർച്ചകളൊക്കെ കടന്നു വരും. ഇത് ആരോഗ്യപരമായിട്ട് മാതാപിതാക്കളുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. പരിഹാരമായിട്ട് മഹാലക്ഷ്മി സമേതനായിട്ടുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വഴിപാട് കഴിക്കുന്നതും ഒക്കെ നല്ല ഫലങ്ങൾ നൽകുന്നതാണ്. മഹാലക്ഷ്മി സ്തവം ജപിക്കുക മുതലായിട്ടുള്ളതും ശ്രീസൂക്ത ജപവും മറ്റും നടത്തുന്നതും അനുകൂലമായിട്ടുള്ള ഫലം കിട്ടുന്നതാണ്.